മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയത്തിനകം കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തും. വീട്ടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. മന്ത്രിയെ തടയാൻ തന്നെയാണ് നാട്ടുകാർ ഒരുങ്ങുന്നത്. വിവരങ്ങൾ ടി അനീസിന് നൽകും. അനീസ്, കടുവയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ രാധ കൊല്ലപ്പെട്ടിട്ട് മന്ത്രി സന്ദർശിച്ചില്ല, അവിടെ എത്തിയില്ല എന്ന തരത്തിലുള്ള പരാതികളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മന്ത്രി സന്ദർശനം നടത്തുകയാണ്. പ്രതിഷേധിക്കാൻ തന്നെയാണോ നാട്ടുകാർ ഒരുങ്ങുന്നത്? തീർച്ചയായും മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. അവിടെ ഈ വീട് രാധയുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ തരത്തിൽ ജനങ്ങൾ കൂടി നിൽക്കുകയാണ്, റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം? പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ബഹുമാനായ വനം വകുപ്പ് മന്ത്രി 2 പ്രസ്താവനകൾ ഇറക്കി. നമ്മൾ പ്രിയപ്പെട്ട രാധേച്ചിയെ കടുവ പിടിച്ചത് വനത്തിനകത്ത് നിന്നാണെന്നാണ് മന്ത്രി ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. സ്വകാര്യ സ്ഥലത്ത് നിന്നാണ് കടുവ അവരെ കടിച്ച് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയതെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം ആദ്യം എടുത്തു. രണ്ടാമത്, ഇവിടെ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണെന്ന് പറയുന്നത്. ഞങ്ങളിൽ ആരും രാഷ്ട്രീയക്കാരായിട്ട് ഇവിടെ കൊടിയും പിടിച്ച് ഏതെങ്കിലും കൊടിയുടെ തണലിലല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ള സാഹചര്യത്തിലാണ്. ഈ നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണ്? അദ്ദേഹം ആ പ്രസ്താവനകൾ പിൻവലിക്കണം. 2, പ്രിയദർശിനി ടി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന സ്ഥലം, അവിടെയുള്ള ആദിവാസി വിഭാഗത്തിലെ ഏറ്റവും പിന്നോക്കരായ അടിയ പണിയ വിഭാഗങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ. ഈ നിരോധനാജ്ഞ നിലനിൽക്കെ അവർ ജോലിക്ക് പോകുന്നില്ല. ഒരു ദിവസം പണിയെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് പോലും അടുപ്പ് പോയാത്ത ആളുകളാണുള്ളത്. ആ ആളുകൾ നിരോധനാജ്ഞയൊക്കെ അവരുടെ കൂടി സുരക്ഷ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ കടുവയുടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമായിട്ടില്ല. ഒരു ദിവസം പണിയെടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ അടുപ്പ് പുകയില്ല. ആ അടുപ്പ് പുകയാത്ത ആളുകൾക്ക് കളക്ടർ ചെയർമാനായിരിക്കെ സബ് കളക്ടർ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവർക്ക് ആ നേരത്തെ ഭക്ഷണം, ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചോട്ടെ, അവർ വീട്ടിലിരുന്നോട്ടെ, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ. എന്താണ് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു പ്രതിഷേധം? നിങ്ങൾ ഒരു നിലക്കും മന്ത്രിയെ വിടില്ല എന്ന് തന്നെയാണോ വിചാരിച്ചിട്ടുള്ളത്? അങ്ങനെ മന്ത്രിനെ ആക്രമിക്കണം എന്ന് ഞങ്ങൾക്ക് ഉദ്ദേശമല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, മുജീബ് പറഞ്ഞ പോലെ തന്നെ 2 പ്രസ്താവനകളാണ് മന്ത്രി നടത്തിയിട്ടുള്ളത്. അത് 1, രാധേച്ചിയെ കാട്ടുനിന്ന് പിടിച്ചു. 2, ഇത് രാഷ്ട്രീയ പ്രേരിതാണെന്ന്. ഇപ്പൊ നിങ്ങളിപ്പോ 2-3 ദിവസമായി ഇത് നടന്ന സമയം മുതൽ മീഡിയക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു കൊടികൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ മീറ്റിംഗ് കൂടുന്ന കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഇത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സമരമാണ്. ആ സമരത്തിന് ന്യായമായ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുക, എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് പൊതുവായിട്ട് പുറത്തിറങ്ങാനും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ഈ പെട്ടെന്ന് ഈ മന്ത്രിക്കെതിരെ ഈ ഒരു പ്രതിഷേധം വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തന്നെയാണ്. അതെ അതെ, അത് പിൻവലിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒന്നും ഇവിടെ വരാനുള്ള ഒരു സമയം കാണിച്ചിട്ടില്ല. മൂപ്പര് ഫാഷൻ ഷോയില് പാട്ട് പാടാനാണ് പോയത്. അപ്പൊ ഇത് ആരോടുള്ള വെല്ലുവിളിയാണ്? അതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ. തീർച്ചയായും വലിയ തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വലിയ തരത്തിൽ ജനങ്ങളെ രോഷാകുലരാക്കുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനകൾ പിൻവലിക്കണം എന്നാണ് പ്രധാനമായും ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കടുത്ത പ്രതിഷേധത്തിലാണ് ജനങ്ങൾ. അതോടൊപ്പം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരങ്ങൾ എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് പിൻവലിക്കണമെന്നുകൂടി അവർ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കടുവയുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കടുവ ഭീതി അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കാര്യക്ഷമമായി ഉണ്ടാകണം എന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. എന്തായാലും അല്പസമയത്തിനകം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം കൽപ്പറ്റയിൽ ഉന്നതതല സമിതി യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്, ഇവിടേക്ക് എത്താനായി കഴിഞ്ഞു. ഇവിടെ ആദ്യം രാധയുടെ വീട്ടിലെത്തുക എന്നതാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ പദ്ധതി. അതിനുശേഷം കുടുംബത്തെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റേതായ ഒരു വാഗ്ദാനം, കുടുംബത്തിന് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് പുറപ്പെടുവിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ജയസൂര്യയെ സന്ദർശിക്കും എന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജയസൂര്യ RRT സേനാംഗമാണ്. ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. ഗുരുതര പരിക്കല്ല, അദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളാണ്. തലനാരിഴക്കാണ് അദ്ദേഹം വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നരഭോജി കടുവയാണ്. വലിയ തരത്തിൽ ഒരു മനുഷ്യന് നേരെ ആക്രമിക്കുകയും മനുഷ്യനെ കൊല്ലുകയും പകുതി ഭക്ഷിക്കുകയും ചെയ്ത ഒരു കടുവ ഇപ്പോഴും ജനവാസ കേന്ദ്രത്തിൽ എവിടെയോ ഉണ്ട് എന്ന ഭീതി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുമാറാത്തതാണ്. അതിനെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ ശരിക്കും വെടിവെച്ച് കൊന്നോ ഈ ഭീഷണി അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിലാണ്, ഇങ്ങനെ കടുവ കാണാമറയത്തായി തുടരുന്നതിനിടയിലാണ് ഇന്ന് വേറൊരു ആക്രമണം കൂടി ഈ RRT സേനാംഗത്തിന് നേരെ കടുവ
നടത്തുന്നത്. ഏതായാലും അതോടുകൂടി ജനങ്ങളുടെ പ്രതിഷേധം കൈവിട്ടു പോകുന്ന നിലയാണുള്ളത്. വലിയ തരത്തിൽ ആശങ്കാകുലരാണ് നാട്ടുകാരെല്ലാവരും തന്നെ. വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. കടുവ ഭീതി നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഇവിടേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പ്രയാസമുണ്ടോ? പേടിയുണ്ടോ? ഇല്ലല്ല, പേടില്ല. അല്ല, ഞങ്ങളിപ്പോ അവിടെ വണ്ടി ഇറങ്ങിട്ട് ഇങ്ങോട്ട് വന്നാണ്. ഇവിടെ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ല. ഏതായാലും ആളുകളെല്ലാവരും വലിയ പ്രയാസത്തിൽ തന്നെയാണ്. ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എല്ലാ ആളുകളും കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ സുരക്ഷയുമുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച RRT സേനാംഗമായ ജയസൂര്യക്ക് വരെ ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയമായി എങ്കിൽ മറ്റ് പ്രത്യേക പരിരക്ഷകളോ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് മന്ത്രി എത്തുന്നത്. വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോഴാണ് ഒരാൾ കൂടി കടുവയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ 2 ദിവസം മുൻപ് കൊല്ലപ്പെട്ടത്. രാധയുടെ വീട് സന്ദർശിക്കാൻ എത്തുകയാണ് വനമന്ത്രി കെ ശശീന്ദ്രൻ. നാട്ടുകാർ അവിടെ തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് ടി അനീസിൽ നൽകിയത്.